മലബാർ സ്പെഷ്യൽ ഉന്നക്കായയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് സാധാരണ പറയുന്ന പോലെ ആരെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുമ്പം നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴം എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. പിന്നെ തീരെ പഴുക്കാത്ത പഴം എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ഉന്നക്കായക്ക് മധുരം ഉണ്ടാവില്ല. പിന്നെ ഒരു കറ കുത്തുന്ന ടേസ്റ്റും വരും. അപ്പോൾ ഉന്നക്കായ മൊത്തത്തിലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉന്നക്കായക്ക് വേണ്ടിയിട്ട് മീഡിയം പഴുപ്പിലുള്ള പഴം എടുക്കാം. ഇനി ഓരോ പഴവും 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്റ്റീമറിലോ അല്ലെങ്കിൽ വേറെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങനെയൊക്കെ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ എങ്ങനെയായാലും പുഴുങ്ങുന്ന സമയത്ത് പഴത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വെള്ളം ആവരുത്. പിന്നെ കുക്കറിൽ പുഴുങ്ങുന്ന സമയത്ത് ഒരുപാട് വെള്ളം വെക്കുകയും ചെയ്യരുത്. അപ്പോൾ പഴത്തിൻ്റെ ഒരു 1/4 ഭാഗത്തിന് താഴെയായിട്ട് വെള്ളം മതിയാവും. അപ്പോൾ ഒരുപാട് വെള്ളമായാൽ പഴത്തിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യാം. പഴം വെന്ത് വരുന്ന ഈ ഒരു സമയം കൊണ്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1 കപ്പ് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കടലയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയോ കുറച്ചോ ആവാം. അപ്പോൾ തേങ്ങയിൽ കുറച്ചൊരു മധുരം ഉണ്ടായാൽ ഉന്നക്കായ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ശേഷം തേങ്ങ ഒന്ന് കളറ് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ഏകദേശം പാകമായി വന്നാൽ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനിടക്ക് നേരത്തെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന പഴം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ ഒരു വിസിൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൽ ആവിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുക്കറിൽ വിസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കാരണം പഴം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ കുക്കറിൽ ആവി കളഞ്ഞ ഉടനെ തന്നെ പഴം വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്യണം. ഉടനെ തന്നെ പഴത്തിൻ്റെ തൊലി ഒഴിവാക്കാം. ശേഷം പഴത്തിൻ്റെ മുകളിലുള്ള നാര് ഒഴിവാക്കി കൊടുക്കാം. നാരൊക്കെ ഒഴിവാക്കി കൊടുത്തതിന് ശേഷം ഓരോ പഴം എടുത്ത് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഉള്ളിലെ സീഡ്സ് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉന്നക്കായ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇനി പഴം നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ സ്മാഷർ വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പഴം
ഇതുപോലെ പ്രസ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഴം ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടൈറ്റായിട്ട് കിട്ടും. ഇനി ഉന്നക്കായ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി ആദ്യം തന്നെ 2 കൈയിലും നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പഴത്തിൻ്റെ കൂട്ടിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ ഇതുപോലെ ഒന്ന് നീളത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നടുഭാഗത്ത് ഒന്ന് കുഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ശേഷം ഫില്ലിങ്സ് കവർ ചെയ്യുന്ന രീതിയിൽ 2 ഭാഗവും ചേർത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉന്നക്കായ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ബ്രൗൺ കളർ ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.